ഹലോ, എൻ്റെ അടിപൊളി കൂട്ടുകാരെ, എക്സാം ഹാളിലെ കറണ്ട് അഫയേഴ്സ് കാണുമ്പോൾ ഒരു പേടി തോന്നാറുണ്ടോ? ആ പേടി നമുക്ക് മാറ്റിയെടുക്കാം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഈ ന്യൂസൊക്കെ എങ്ങനെ ഷ്വർ മാർക്കാക്കി മാറ്റാം എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ റെഡിയല്ലേ? ശ്രദ്ധിച്ചിരുന്നോളൂ, അടുത്ത കുറച്ചു മിനിറ്റുകൾ ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് തന്നെ മാറ്റിമറിച്ചേക്കാം. ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ മാത്രം നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. നിങ്ങളുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. സോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് രാജ്യത്തിന് പുറത്തേക്കൊന്ന് പോയി വരാം. ലോകത്തെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതെന്ന് നോക്കാം. റെഡി? ഒരു വേൾഡ് ടൂറിന് പോകാം. ഇന്ന് ഫെബ്രുവരി 2. ഈ ഡേറ്റിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ, അതായത് ലോക തണ്ണീർത്തട ദിനം. അപ്പോൾ ഇതിന് പിന്നിലുള്ള കഥയാണ് ഈ റാംസർ ഉടമ്പടി. 1971 ഇറാനിലെ റാംസർ എന്ന സ്ഥലത്ത് വെച്ച് ഒപ്പുവെച്ച ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റാണത്. ലോകത്തുള്ള തണ്ണീർത്തടങ്ങളെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു അടിത്തറ. ഇതൊരു സ്ഥിരം ചോദ്യമാണ് കേട്ടോ, പ്രത്യേകിച്ച് എൻവയോൺമെന്റ് റിലേറ്റഡ് എക്സാംസിൽ. ആ പേരും വർഷവും മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്കണം. കൂട്ടുകാരെ, ദേ വരുന്നു ഒരു ഷ്വർ ഷോട്ട് ക്വസ്റ്റ്യൻ. 2026 തീം തണ്ണീർത്തടങ്ങളും കാലാവസ്ഥാ പ്രതിരോധവും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെറ്റ്ലാൻഡ്സ് ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ്. ഒന്നുകൂടി പറയാം, വെറ്റ്ലാൻഡ്സ് ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ്. എക്സാം ഇടുന്നവർക്ക് ഈ തീമുകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതൊന്ന് എഴുതി വെച്ചോളൂ, ഉറപ്പായും ഉപകാരപ്പെടും. അടുത്തത് ഒരു പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റാണ്. ഇന്ത്യയിലേക്കുള്ള പുതിയ US അംബാസിഡർ. ഈ പേര് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. മാർക്ക് ബ്രസിൻസ്കി. ഇന്റർനാഷണൽ റിലേഷൻസ് ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള പേരുകൾ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി യൂറോപ്പിലൊരു വലിയ മാറ്റം വരാൻ പോവാണ്. 2026 ഫെബ്രുവരി മുതൽ അവിടുത്തെ മെയിൻ സിറ്റികളിലൊന്നും പുതിയ പെട്രോൾ ഡീസൽ കാറുകൾക്ക് എൻട്രിയില്ല. സിമ്പിളായി പറഞ്ഞാൽ യൂറോപ്പിലെ വലിയ നഗരങ്ങളൊക്കെ മലിനീകരണമുണ്ടാകുന്ന വണ്ടികൾക്ക് നോ എൻട്രി എന്നൊരു വലിയ ബോർഡ് വെക്കുന്നത് പോലെയാണ്. ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണിത്. ഓക്കെ, അപ്പം നമ്മൾ വേൾഡ് ടൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക് വരാം. ഇവിടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്ന് നോക്കിയാലോ? നമ്മുടെ ജുഡീഷ്യറി, അതായത് നീതിന്യായ വ്യവസ്ഥ, ഒരു വലിയ ഡിജിറ്റൽ മാറ്റത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടെങ്ങനെയായിരുന്നു? മുഴുവൻ പേപ്പർ ഫയലുകൾ അല്ലേ? അതിൽ നിന്ന് നമ്മൾ കോർട്സ് പ്രോജക്റ്റിലേക്ക് വന്നു, അതായത് ഡിജിറ്റലൈസേഷൻ. ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം കോർട്സ് 3.0, പൂർണ്ണമായും പേപ്പർലെസ് ആവുക എന്ന ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ രാജ്യം എത്രത്തോളം മോഡേൺ ആകുന്നു എന്നതിൻ്റെ ഒരു സൂപ്പർ എക്സാമ്പിളാണിത്. അടുത്തത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സൂപ്പർ ഹീറോയെ പരിചയപ്പെടാം. പേര് കവച്. ഈ പേര് ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ്. കവച് എന്ന് പറഞ്ഞാൽ എന്താ? കവചം, അതായത് ആർമർ. അതെ, ഇത് നമ്മുടെ ട്രെയിനുകൾക്ക് ഒരു ഇലക്ട്രോണിക് കവചം പോലെയാണ്. ഒരേ ട്രാക്കിൽ 2 ട്രെയിനുകൾ മുഖാമുഖം വന്നാൽ ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ഇട്ട് കൂട്ടിയിടി ഒഴിവാക്കുന്ന ഒരു സിസ്റ്റം. സിമ്പിൾ അല്ലേ? പക്ഷെ ഭയങ്കര പവർഫുൾ. ഈ കവച്ച് എന്ന് പറയുന്നത് ചെറിയൊരു പ്രോജക്റ്റ് അല്ല കേട്ടോ. 2026 അവസാനമാകുമ്പോഴേക്കും രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട ട്രെയിൻ റൂട്ടുകളിലും ഇത് സ്ഥാപിക്കാനാണ് പ്ലാൻ. ഇതൊരു വലിയ നാഷണൽ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന എക്സാമുകളിൽ ഇതൊരു ഹോട്ട് ടോപ്പിക് ആയിരിക്കും. ആ ഡെഡ്ലൈൻ ഓർത്തുവെച്ചോണം, 2026 എൻഡ്. ഇനി ഒരു G20 അപ്ഡേറ്റ്. G20യുടെ പ്രസിഡൻസി ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലാണ്. അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. ഇവിടെ നിന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമല്ലേ? നമ്മുടെ നാടാണ്, നമ്മുടെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ്സൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനും പറ്റും. അപ്പോൾ സ്വരാജ് ട്രോഫി 2025-26 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് ആർക്കാണെന്നറിയോ? ഞാൻ പറയാം. അത് കണ്ണൂരിനാണ്. 1ാം സ്ഥാനം കണ്ണൂർ. ഇത് ഓർക്കാനൊരു ട്രിക്കുണ്ട്. സംസ്ഥാനത്തിന്റെ കണ്ണ് ആ ട്രോഫിയിൽ തന്നെയായിരുന്നു. അങ്ങനെ കണ്ണൂർ അത് അടിച്ചെടുത്തു. 2ാം സ്ഥാനം കൊല്ലത്തിനാണ്. അതും ഓർത്തുവെച്ചോളൂ. പുരസ്കാരങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ മണ്ണിന്റെ ഒരു ഹീറോ ഉണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകനുള്ള കർഷകോത്തമ അവാർഡ് കിട്ടിയത് പി ബാലനാണ്. അദ്ദേഹം കോഴിക്കോട് നിന്നാണ്. ആ പേരോർത്തു വെക്കണം, പി ബാലൻ, കോഴിക്കോട്, നമ്മുടെ മണ്ണിന്റെ യഥാർത്ഥ നായകൻ. അടുത്തത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭാരതപ്പുഴയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു അടിപൊളി ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. പേര് നിള കലോത്സവം. കൾച്ചറും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും ഒരുമിച്ച് വരുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർക്കുക, നിള കലോത്സവം, പട്ടാമ്പി, ഭാരതപ്പുഴ. ടെക്നോളജിയുടെ കാര്യത്തിൽ കേരളം ഒരു വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബ്, അതായത് AI ഹബ്ബ്, കൊച്ചിയിൽ സ്ഥാപിക്കാൻ പോവുകയാണ്.
ഇത് നമ്മുടെ ടെക്നോളജി രംഗത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരും. ഒരുപാട് പുതിയ ജോലികൾ വരും. കേരളത്തിന്റെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വലിയ സ്റ്റെപ്പാണിത്. ശരി, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി അതൊക്കെ ഓർമ്മയുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്താലോ? പേനയൊക്കെ താഴെ വെച്ചോളൂ. ഒരു ലൈറ്റ്നിങ് റൗണ്ടിന് റെഡിയായിക്കോ. ഞാൻ ചോദിക്കും, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയണം. റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. ഒന്നാമത്തെ ചോദ്യം, സ്വരാജ് ട്രോഫിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ജില്ല ഏതാണ്? ഒന്ന് ഓർത്തു നോക്കിയേ, ഞാനൊരു ക്ലൂ തന്നിരുന്നല്ലോ. കണ്ണൂർ. അതെ, ശരി ഉത്തരം. ആ കണ്ണിന്റെ കാര്യം ഓർത്തവർക്ക് സിമ്പിളായി കിട്ടിയിട്ടുണ്ടാവും അല്ലേ? വെരി ഗുഡ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലേക്കുള്ള പുതിയ US അംബാസിഡറുടെ പേരെന്താണ്? ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചേ. മാർക്ക് ബ്രെസിൻസ്കി. കറക്റ്റ്. വളരെ നന്നായിരിക്കുന്നു. ഇനി അവസാനത്തെ ചോദ്യം. ഇന്ത്യൻ റെയിൽവേയുടെ കവച് സിസ്റ്റം എന്തു തടയാനാണ് സഹായിക്കുന്നത്? ആ കവചം എന്തിൽ നിന്നാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ട്രെയിൻ കൂട്ടിയിടികൾ. എക്സലന്റ്. കണ്ടില്ലേ, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചതുകൊണ്ട് എല്ലാം ഓർമ്മയുണ്ട്. നിങ്ങളുടെ ഈ ശ്രദ്ധയ്ക്ക് എൻ്റെ ഒരു വലിയ കയ്യടി. ഇനി നിങ്ങൾക്കുള്ളൊരു ഫൈനൽ ചലഞ്ചാണ്. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. 1. 2026 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേയുടെ തീം എന്തായിരുന്നു? 2. കർഷകോത്തമ അവാർഡ് കിട്ടിയത് ആർക്കാണ്? അദ്ദേഹം ഏത് ജില്ലക്കാരനാണ്? 3. ഇ-കോട്സ് 3 പ്രോജക്റ്റ് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്? 4. കേരളത്തിലെ ആദ്യത്തെ AI ഹബ് എവിടെയാണ് വരുന്നത്? 5. നിള കലോത്സവം ഏതു പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ അടിപൊളിയായി പഠിച്ചു. നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.